ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിൽ ഇതുപോലെ വലിയ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. ഒന്നാമത് സമയമില്ല, പിന്നെ ഇച്ചിരി മടിയുണ്ട്. ഇതൊക്കെയാണ് കാരണം. എന്തായാലും ഇന്ന് നവരാത്രി ആയിട്ട് പുതിയൊരു തുടക്കം എന്ന രീതിയിൽ കുറച്ച് വലിയ വീഡിയോസൊക്കെ ചെയ്തിടാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. അപ്പോൾ ഇന്ന് നവരാത്രി 1-ാം ദിവസമാണ്. 1-ാം ദിവസത്തെ നിറമാണ് മഞ്ഞ. അതിനോടനുബന്ധിച്ച് അമ്പലദർശനം, പിന്നെ ഈ നിറത്തിൻ്റെ പ്രാധാന്യം എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവൻ കാണുക, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വളരെ ഉപകാരം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന അഞ്ചുമന ദേവിയുടെ അമ്പലമാണ്. ഇന്നത്തെ നിറം മഞ്ഞ. അപ്പോൾ അതായത് മഞ്ഞയാണ്. സാരി ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ബയോയിലിടാം. ഇത് ഞാൻ സ്നാപ്ഡീലിൽ നിന്ന് വാങ്ങിച്ച് സാരി ആർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. രാവിലെ ദർശനം കഴിഞ്ഞു, തിരിച്ചു പോകാം. ഹലോ ഗൈസ്, അപ്പോൾ അതേ ഞാൻ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നവരാത്രിയുടെ 1-ാം ദിവസമാണ്. 1-ാം ദിവസത്തെ ദേവിയാണ് ശൈലപുത്രി. ശൈലപുത്രി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ മകൾ എന്നാണ് അർത്ഥം. പർവ്വതവും സൂര്യനും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ട്, നിങ്ങൾക്കറിയാലോ അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിറമാണ് മഞ്ഞ. ഇത് മഞ്ഞയാണോ ഓറഞ്ചാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, അത് ഈ കളർ കാണുന്നതുകൊണ്ടാണ്. എന്തായാലും ഇത് മഞ്ഞയായിട്ടാണ് ഞാനിന്ന് മനസ്സിൽ വിചാരിച്ച് ധരിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് മഞ്ഞയാണെന്ന് നിങ്ങളും കൂടെ അങ്ങ് കണക്കാക്കിയേക്കുക. മഞ്ഞയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മഞ്ഞ സൂര്യൻ്റെ നിറമാണ്. മഞ്ഞ സന്തോഷം, പോസിറ്റിവിറ്റി, പിന്നെ വെളിച്ചം, ഇത്തരം കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ ലൈഫിൽ നല്ല സന്തോഷവും പോസിറ്റിവിറ്റിയും നല്ല വെളിച്ചവും, വെളിച്ചം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലോ, എല്ലാം നിറയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഈ നിറങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇതിനെക്കുറിച്ച് പല പല കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഈ നിറങ്ങൾ, നവരാത്രിയോടനുബന്ധിച്ച നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പ് കിട്ടാൻ വേണ്ടി ചില പത്രമാധ്യമങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ കണ്ടു. പക്ഷേ എന്താണ് ഇതിൻ്റെ വാസ്തവം നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ ഒരു മഞ്ഞ കളറോ അല്ലെ ഒരു പച്ച കളറോ അല്ലെ ഒരു ചുമന്ന കളറോ ഇട്ടു നിർത്തി നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കങ്ങ് ആഘോഷിക്കാം അല്ലേ? കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ അത് നന്നായി ഉപയോഗിച്ച് സന്തോഷിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നാളത്തെ കളർ മറക്കല്ലേ, നാളത്തെ കളറാണ് പച്ച. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കേ.